ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് വില്ലൻ ആൻഡ് യു ആർ വാച്ചിങ് വില്ലൻസ് ഇന്റലിജൻസ് പ്രോഗ്രാം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന സീരീസ് പോലെ തന്നെ നമ്മളൊരു പുതിയ സീരീസ് ഇന്ന് ലോഞ്ച് ചെയ്യാൻ പോവാണ്. ആ സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇയേഴ്സ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? പല ഇയേഴ്സ് പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും തെറ്റിപ്പോകാറുണ്ട്. എനിക്കും ഒരു കാലത്ത് അത് ബുദ്ധിമുട്ടായിരുന്നു. സോ ഞാൻ ചെയ്തിരുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു മെത്തേഡാണ് പുതിയ ഒരു സീരീസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ സീരീസിന്റെ പേരാണ് കേരള PSC ഇമ്പോർട്ടന്റ് ഇയേഴ്സ്, ഒരു വർഷവും ഒത്തിരി കാര്യവും. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വർഷം പഠിക്കുന്നു, ആ വർഷവുമായി PSCക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ ഫാക്റ്റുകളും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പഠിക്കാൻ പോവാണ്. അപ്പോൾ ഒരു വർഷം പഠിച്ചാൽ മതി, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ഒരു ക്ലാസ്സിലൂടെ കിട്ടും. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും, അതുകൂടെ എനേബിൾ ചെയ്യുക. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒരു വർഷവും ഒത്തിരി കാര്യവും. ഇതാ നോക്കിക്കേ, നമ്മൾ 1900 മുതൽ അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. 1900 1900 അല്ലെ? ഈ വർഷവുമായി ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. 1900 ഇതാ നോക്കിക്കേ, കേഴ്സൺ പ്രഭുവിന് 2ാം ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷമാണ് 1900 എന്ന് പറയുന്നത്. കേഴ്സൺ പ്രഭുവിന് 2ാം ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം. സ്ത്രീകൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ അനുമതി കൊടുത്ത വർഷവും 1900 സ്ത്രീകൾക്ക് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, സ്ത്രീകൾക്ക് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ അനുമതി ലഭിച്ച വർഷവും ഏതാണ്? 1900 ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിക്കൊടുത്ത വർഷവും എന്താണ്? 1900 ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിക്കൊടുത്ത വർഷം. ക്രിക്കറ്റ് മത്സര ഇനമായി ഒളിമ്പിക്സ് നടന്ന വർഷവും 1900 ക്രിക്കറ്റ് മത്സര ഇനമായിട്ട് ഒളിമ്പിക്സ് നടന്ന വർഷവും 1900 അപ്പോൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു അല്ലെ? സ്ത്രീകൾക്ക് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ അനുമതി കൊടുത്ത വർഷം, ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിക്കൊടുത്ത വർഷം, ക്രിക്കറ്റ് മത്സര ഇനമായി ഒളിമ്പിക്സ് നടന്ന വർഷം. ഓക്കെ, ഇനി നോക്കിക്കേ, ആൽഫ്രഡ് നോബലിന്റെ വിൽപത്ര പ്രകാരം നോബൽ ഫൗണ്ടേഷൻ സ്ഥാപിതമായി. നിങ്ങൾക്ക് അറിയാലേ, നോബൽ പ്രൈസ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്, CA ആയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോബൽ പ്രൈസ്. അപ്പൊ ആ നോബൽ പ്രൈസ് ഒക്കെ ആരുടെ പേരിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ആൽഫ്രഡ് നോബൽ എന്ന് പറയുന്ന ഒരാളുടെ പേരിലാണ് അല്ലെ? ഈ ആൽഫ്രഡ് നോബലിന്റെ വിൽപത്ര പ്രകാരം നോബൽ ഫൗണ്ടേഷൻ, അതായത് ഈ നോബൽ പ്രൈസ് കൊടുക്കുന്ന ഫൗണ്ടേഷൻ സ്ഥാപിതമായത് 1900 മാക്സ് പ്ലാങ്ക് ഭൗതിക ശാസ്ത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ക്വാണ്ടം തിയറി അവതരിപ്പിച്ചു. വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ, കെമിസ്ട്രിയിലൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. മാക്സ് പ്ലാങ്ക് ക്വാണ്ടം തിയറി ആവിഷ്കരിച്ചത് ആരാണ്? മാക്സ് പ്ലാങ്ക് ആണ്. മാക്സ് പ്ലാങ്ക് ഭൗതിക ശാസ്ത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ക്വാണ്ടം തിയറി അവതരിപ്പിച്ചു. ഓക്കെ, ഭൗതികശാസ്ത്രം, ഫിസിക്സ് അല്ലെ? ഫിസിക്സ് ആണ്. മാക്സ് പ്ലാങ്ക് ഭൗതിക ശാസ്ത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ക്വാണ്ടം തിയറി അവതരിപ്പിച്ചു. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡ് തന്റെ പ്രശസ്തമായ ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. വളരെ പ്രധാനപ്പെട്ടതാണ്, സൈക്കോളജി നമ്മൾ പഠിക്കുമ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു മനഃശാസ്ത്രജ്ഞനാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത്. അദ്ദേഹം തന്റെ ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചതും ഈ സെയിം ഇയർ ആണ്. ക്ലിയർ ആയോ? അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇയർ ആണ് കേട്ടോ 1900. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് റിവൈൻഡ് അടിച്ച് ഒന്നുകൂടി കേൾക്കണേ. നിങ്ങൾക്ക് അറിയാത്ത പോയിന്റുകളാണെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത വർഷത്തിലേക്ക് പോകാലോ. ഇതാ അടുത്ത വർഷം നോക്കിക്കേ, 1901 1901 ചൈനയിൽ ബോക്സർ ലഹള അവസാനിച്ച വർഷം. ബോക്സർ കലാപം അല്ലെ? ചൈനയും വിപ്ലവവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ബോക്സർ കലാപം. ആ ചൈനയിൽ ബോക്സർ ലഹള അവസാനിച്ച വർഷം 1901. നോബൽ സമ്മാനം ആദ്യമായി നൽകിയ വർഷം. നമ്മൾ തൊട്ട് മുമ്പ് എന്ത് പഠിച്ചു? 1900 ആൽഫ്രഡ് നോബലിന്റെ വിൽപത്ര പ്രകാരം എന്ത് സ്ഥാപിച്ചത്? നോബൽ ഫൗണ്ടേഷൻ സ്ഥാപിച്ചത്. നോബൽ ഫൗണ്ടേഷൻ സ്ഥാപിച്ച അടുത്ത വർഷമായ 1901 നോബൽ സമ്മാനം ആദ്യമായി നൽകി. ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷമാണ് കേട്ടോ 1901. മഹാത്മാഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷമാണ് 1901. ഓക്കെ, ഏഷ്യയിലെ തന്നെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാലയും എണ്ണക്കിണറും ആസാമിലെ ദിഗ്ബോയിൽ പ്രവർത്തനം ആരംഭിച്ചു. ദിഗ്ബോയ് കണ്ടോ, എന്താണ്? ഏഷ്യയിലെ തന്നെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാലയും എണ്ണക്കിണറും ആസാമിലെ ഏതാണ്? ദിഗ്ബോയ് ആണ്. ആ ദിഗ്ബോയ് പ്രവർത്തനം ആരംഭിച്ചത് 1901. രവീന്ദ്രനാഥ ടാഗോർ പശ്ചിമ ബംഗാളിലെ ബോൽപൂരിൽ ശാന്തിനികേതൻ സ്ഥാപിച്ചു. വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ശാന്തിനികേതൻ സ്ഥാപിച്ച ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്.
എവിടെയാണ് സ്ഥാപിച്ചത്? പശ്ചിമ ബംഗാളിലെ ബോൽപൂരിൽ. രവീന്ദ്രനാഥ ടാഗോർ പശ്ചിമ ബംഗാളിലെ ബോൽപൂരിൽ ശാന്തിനികേതൻ സ്ഥാപിച്ചു. 63 വർഷം ബ്രിട്ടൻ ഭരിച്ച വിക്ടോറിയ രാജ്ഞി അന്തരിച്ചു. വിക്ടോറിയ രാജ്ഞി അന്തരിച്ചു കേട്ടോ. 63 വർഷം ബ്രിട്ടൻ ഭരിച്ച ആരാണ്? വിക്ടോറിയ രാജ്ഞിയാണ്. ആ വിക്ടോറിയ രാജ്ഞി 1901 അന്തരിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വിശ്വസനീയനായ സെൻസസ് നടന്നു. ഇപ്പൊ എന്താ പറയുന്നത്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വിശ്വസനീയമായ സെൻസസ് കേട്ടോ, സെൻസസ് കണക്കെടുപ്പ് നടന്നു. ഓക്കെ, ഗൂഗ്ലിയൽമോ മാർക്കോണി അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെ ആദ്യമായി റേഡിയോ സിഗ്നൽ അയച്ചു. ആരാണ്? ഗുഗ്ലിയൽമോ മാർക്കോണി. മാർക്കോണിയാണല്ലേ റേഡിയോ കണ്ടുപിടിച്ച ആരാണ്? മാർക്കോണിയാണ്. ആ മാർക്കോണി എന്ത് ചെയ്തു? അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെ ആദ്യമായിട്ട് റേഡിയോ സിഗ്നലുകൾ അയച്ചു. 1901 വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത വർഷത്തിലേക്ക് പോവാലോ. അടുത്ത വർഷത്തിലേക്ക് പോകുന്നു. 1902. ഓക്കെ, കുറച്ച് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. സ്വാമി വിവേകാനന്ദൻ അന്തരിച്ച വർഷം വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലേ. നവോത്ഥാനത്തിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സ്വാമി വിവേകാനന്ദൻ അന്തരിച്ച വർഷം 1902 കേട്ടോ. 1902. ബംഗാളിലെ ആദ്യത്തെ വിപ്ലവ സംഘടനയായ അനുശീലൻ സമിതി പ്രമദ്നാഥ് മിത്രയുടെ PM മിത്ര എന്ന് പറയും കേട്ടോ. പ്രമദ്നാഥ് മിത്ര അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായി. PM മിത്ര എന്ന് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പുസ്തകങ്ങളിലൊക്കെ. അതാണ് ഞാൻ അതും കൂടി തന്നത്. പ്രമദ്നാഥ് മിത്ര. പ്രമദ്നാഥ് മിത്രയാണ് കേട്ടോ. ബംഗാളിലെ ആദ്യത്തെ വിപ്ലവ സംഘടനയായ അനുശീലൻ സമിതി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ പുസ്തകങ്ങളിലൊക്കെ. അനുശീലൻ സമിതി എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. അതാരാണ്? പ്രമദ്നാഥ് മിത്രയുടെ PM മിത്രന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായി. ഇന്ത്യയുടെ സർവകലാശാലകളുടെ അവസ്ഥ പഠിക്കാൻ കേഴ്സൺ പ്രഭു തോമസ് റാലിയുടെ അധ്യക്ഷതയിൽ യൂണിവേഴ്സിറ്റി കമ്മീഷൻ നിയമിച്ചു. അപ്പൊ എന്താ പറയുന്നത്? ഇന്ത്യയിലെ സർവകലാശാലകളുടെ അവസ്ഥ പഠിക്കാൻ കേഴ്സൺ പ്രഭു തോമസ് റാലിയുടെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റി കമ്മീഷനെ നിയമിച്ചു. അപ്പൊ യൂണിവേഴ്സിറ്റി കമ്മീഷനെ നിയമിച്ച വർഷം ഏതാണ്? അത് 1902 ആണ്. 1902. ഇനി നോക്കിക്കേ, വിക്ടോറിയ രാജ്ഞിയുടെ മരണശേഷം എഡ്വേർഡ് 7 ബ്രിട്ടൻ രാജാവായിട്ട് കിരീടധാരണം നടത്തി. അത് ഏത് വർഷമാണ്? 1902 കേട്ടോ. വിക്ടോറിയ രാജ്ഞി മരിച്ചു നമ്മൾ അവിടെ പഠിച്ചല്ലോ. വിക്ടോറിയ രാജ്ഞിയുടെ മരണശേഷം എഡ്വേർഡ് 7 കേട്ടോ. എഡ്വേർഡ് 7 ബ്രിട്ടന്റെ രാജാവായിട്ട് കിരീടധാരണം നടത്തിയത് 1902. ഓക്കെ അല്ലേ? അടുത്ത വർഷത്തിലേക്ക് പോകാലോ. മക്കളെ, ആരെങ്കിലും ലൈക്ക് അടിക്കാൻ മറന്നിട്ടുണ്ടോടാ? ലൈക്ക് അടിക്കാൻ മറന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചേ. അതേപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മക്കളെ. നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? സപ്പോർട്ട് വളരെ വളരെ കുറവാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വെറൈറ്റി ക്ലാസ്സുകൾ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലേലിസ്റ്റുകളുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുക. എല്ലാറ്റിനും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളും കണ്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ശരി. അടുത്ത വർഷം നോക്കിക്കേ, 1903 കേട്ടോ. ഇതിലെന്തൊക്കെയാ പറയുന്നത് നോക്കിക്കേ. ഇഴവ സമുദായത്തിന്റെ അത്യുന്നതി ലക്ഷ്യമാക്കി ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം രജിസ്റ്റർ ചെയ്ത വർഷമാണ് കേട്ടോ. രജിസ്റ്റർ ചെയ്ത വർഷം എന്നാ പറയുന്നത്, ശ്രദ്ധിക്കണം കേട്ടോ. ഇഴവ സമുദായത്തിന്റെ അഭ്യുന്നതി ലക്ഷ്യമാക്കി ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം SNDP ആണ് കേട്ടോ. SNDP ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം രജിസ്റ്റർ ചെയ്ത വർഷം. മക്കളെ, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെടാ. ഈ SNDPയുടെ മുൻഗാമി എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ഈ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യമാണ് കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിച്ച് നിങ്ങളെ കുഴപ്പിക്കുന്നില്ല. സിമ്പിൾ ചോദ്യം, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന യോഗം ഏതാണെന്ന് എന്റെ മക്കൾ എന്ത് ചെയ്യുക? ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. നോക്കിയേ, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യൻ ഒപ്പീനിയൻ ആരംഭിച്ച വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യൻ ഒപ്പീനിയൻ ആരംഭിച്ച വർഷം 1903 SNDP യോഗത്തിന്റെ ആജീവനാന്ത അധ്യക്ഷനായി ശ്രീനാരായണ ഗുരു തിരഞ്ഞെടുക്കപ്പെട്ട വർഷവും 1903 SNDP യോഗത്തിന്റെ ആജീവനാന്ത അധ്യക്ഷനായിട്ട് ശ്രീനാരായണ ഗുരു തിരഞ്ഞെടുക്കപ്പെട്ടതും 1903 റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചു. അപ്പൊ വിമാനം കണ്ടുപിടിച്ച ആരാണ്? റൈറ്റ് സഹോദരന്മാരാണ് അല്ലെ. റൈറ്റ് സഹോദരന്മാരാണ്. ആ റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ച വർഷമാണ് 1903. ബംഗാൾ വിഭജിക്കാനുള്ള ഔദ്യോഗിക തീരുമാനം ബ്രിട്ടീഷ് സർക്കാർ ആദ്യമായി പരസ്യപ്പെടുത്തിയതും 1903. ബംഗാൾ വിഭജിക്കാനുള്ള ഔദ്യോഗിക തീരുമാനം ബ്രിട്ടീഷ് സർക്കാർ ആദ്യമായി പരസ്യപ്പെടുത്തിയതും 1903. അമേരിക്കയും പനാമയും തമ്മിൽ പനാമ കനാൽ നിർമ്മാണത്തിനുള്ള ഉടമ്പടി ഒപ്പിട്ടത് കേട്ടോ. പനാമ കനാൽ ആരൊക്കെ തമ്മിലാണ്? അമേരിക്കയും പനാമയും തമ്മിൽ പനാമ കനാൽ നിർമ്മിക്കാനുള്ള ഉടമ്പടി ഒപ്പിട്ടു. തലശ്ശേരിയിൽ മലബാർ സാഹിത്യ പരിഷത്തിന്റെ ആദ്യ സമ്മേളനം നടന്നു. അത് നോക്കി വെക്കണേ.
മലബാർ സാഹിത്യ പരിഷത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് തലശ്ശേരിയിലാണ് കേട്ടോ. വർഷം 1903. ഈ വർഷവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് പഠിച്ചു. എല്ലാം എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക, അറിയാത്ത പോയിന്റുകളൊക്കെ എഴുതി വെച്ച് പഠിക്കുക. അടുത്ത വർഷത്തിലേക്ക് പോവാം. ഇതാ നോക്കിയേ, 1904 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിന് പുറമെ ശ്രീമൂലം പ്രജാസഭ അഥവാ പോപ്പുലർ അസംബ്ലി സ്ഥാപിച്ച വർഷം കേട്ടോ. ശ്രീമൂലം പ്രജാസഭ സ്ഥാപിച്ചത് 1904 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിന് പുറമെ ശ്രീമൂലം പ്രജാസഭ പോപ്പുലർ അസംബ്ലി സ്ഥാപിച്ച വർഷം 1904. തിരുവിതാംകൂറിൽ പ്രജാസഭയുടെ ആദ്യ യോഗം നടന്ന വർഷവും 1904 ആദ്യ യോഗം കേട്ടോ. SNDP യോഗത്തിന്റെ മുഖപത്രമായി തിരുവനന്തപുരത്ത് നിന്ന് കുമാരനാശാൻ പത്രാധിപരായി വിവേകോദയം മാസിക ആരംഭിച്ച വർഷം. ഓക്കെ, ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് തന്നാണ്. SNDP യോഗത്തിന്റെ മുഖപത്രം ഏതാണ്? വിവേകോദയം. ആ മാസിക ഇവിടെ നിന്നാണ്? തിരുവനന്തപുരത്ത് നിന്ന്. കുമാരനാശാനായിരുന്നു എന്ത്? പത്രാധിപൻ. ആദ്യത്തെ സെക്രട്ടറിയും ആരാണ്? കുമാരനാശാനാണ്. ഓക്കെ, ഇനി ലാൽ ബഹദൂർ ശാസ്ത്രി ജനിച്ച വർഷവും 1904 ലാൽ ബഹദൂർ ശാസ്ത്രി. ആനി ബസന്റ് മദ്രാസ് ഹിന്ദു അസോസിയേഷൻ രൂപീകരിച്ച വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹിന്ദു അസോസിയേഷൻ, ആനി ബസന്റ് മദ്രാസ് ഹിന്ദു അസോസിയേഷൻ രൂപീകരിച്ച വർഷം 1904. ഇന്ത്യയിലെ ആദ്യത്തെ സിമന്റ് ഫാക്ടറി ചെന്നൈയിൽ സ്ഥാപിതമായ വർഷം. ഇന്ത്യയിലെ ആദ്യത്തെ സിമന്റ് ഫാക്ടറി എവിടെയാണ് സ്ഥാപിതമായത്? ചെന്നൈയിലാണ്. വർഷം 1904. ഫുട്ബോൾ കളിയെ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയായ ഫിഫ നിലവിൽ വന്ന വർഷം. വളരെ വളരെ ഇമ്പോർട്ടന്റ് കേട്ടോ. ഫിഫ നിലവിൽ വന്ന എപ്പോഴാണ്? 1904 ഫുട്ബോൾ കളിയെ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയായ ഫിഫ നിലവിൽ വന്നത് 1904. ഇനി അടുത്ത വർഷം നോക്കിക്കേ, 1905 അഞ്ചുതെങ്ങിൽ പ്രസ്താവിച്ച വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം ആരംഭിച്ച വർഷം കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും നിങ്ങൾ എല്ലാവരും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. എൻ്റെ മുന്നേ തെറ്റിയിരുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. സ്വദേശാഭിമാനി പത്രം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒരു വ്യക്തി ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് അല്ലെ. അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം പത്രാധിപരായിരുന്നു. പക്ഷേ ഇത് സ്ഥാപിച്ചത് ആരാണ്? അഞ്ചുതെങ്ങില് ഈ പ്രസ്, അതായത് സ്വദേശാഭിമാനി സ്ഥാപിച്ചത് അതാരാണ്? അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേട്ടോ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അയ്യങ്കാളി വെങ്ങാനൂരിൽ അധകൃതർക്കു വേണ്ടി ഒരു പള്ളിക്കൂടം നിർമ്മിച്ച വർഷം 1905. ഓക്കെ, ഒരു പള്ളിക്കൂടം അല്ലെ. എവിടെയാണ്? അയ്യങ്കാളി വെങ്ങാനൂരിലാണ് കേട്ടോ. കാഴ്സൺ പ്രഭു ബംഗാൾ വിഭജിച്ച വർഷം 1905. കാഴ്സൺ പ്രഭു ബംഗാൾ വിഭജിച്ച വർഷം 1905. ആൽബർട്ട് ഐൻസ്റ്റീൻ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആവിഷ്കരിച്ചത്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. അത് ആവിഷ്കരിച്ച വർഷം 1905. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച വർഷം. അപ്പൊ ആരുടെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുടെയാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ആ സംഘടന സ്ഥാപിച്ചതും ഇതേ 1905. കോൺഗ്രസ് ആദ്യമായി സ്വദേശി ആഹ്വാനം നടത്തിയ ബനാറസ് സമ്മേളനം നടന്ന വർഷം. കോൺഗ്രസ് ആദ്യമായി സ്വദേശി ആഹ്വാനം നടത്തിയ ബനാറസ് സമ്മേളനം കേട്ടോ. ബനാറസ് സമ്മേളനമാണ്. അതെവിടെയാണ് നടന്നത്? ബനാറസിൽ തന്നെയാണ് കേട്ടോ. ബനാറസിൽ നടന്ന വർഷമാണ് ഇമ്പോർട്ടന്റ്. 1905. കോൺഗ്രസ് ആദ്യമായി സ്വദേശി ആഹ്വാനം നടത്തിയ ബനാറസ് സമ്മേളനം 1905. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള കേരളൻ മാസിക ആരംഭിച്ച വർഷം. ഇതാ കണ്ടോ, നേരത്തെ നമ്മൾ പറഞ്ഞൊരു വ്യക്തിയാണ് അല്ലെ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള കേരളൻ എന്ന് പറയുന്ന മാസിക മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റാങ്ക് മേക്കിംഗ് ചോദ്യമായിരുന്നു, ഒരുപാട് പേർക്ക് അറിയാത്തൊരു ചോദ്യമായിരുന്നു. കേരളൻ പറയുന്ന മാസിക ആരംഭിച്ചത് 1905. കേരളൻ ആരുടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെയാണ്. ക്ലിയർ ആയ മക്കളെ? ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടോടാ? ഒന്ന് ലൈക്ക് അടിച്ചു വെച്ചാൽ മക്കളെ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അതേപോലെ തന്നെ ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് പഠിക്കുന്നവരും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എപ്പോഴും പറയുന്ന കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് മക്കളുണ്ട്. എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് കൂടെ ചെയ്തു വെക്കുക കേട്ടോ. ഇത് അടുത്ത വർഷം നോക്കിക്കേ, 1906 രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനിയുടെ പത്രാധിപരായി. കണ്ടോ, 1900 നമ്മൾ അവിടെ പഠിച്ചല്ലേ, 5 എന്ത് പഠിച്ചു? സ്ഥാപിതമായി എന്ന് പഠിച്ചു. പക്ഷെ ആ സമയത്ത് ആരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അത് സ്ഥാപിച്ചത്. രാമകൃഷ്ണപിള്ള എപ്പോഴാണ് വരുന്നത് പത്രാധിപരായിട്ട്? 1906 കേട്ടോ. എല്ലാവരും തിരിച്ചു പഠിക്കുന്ന ഒരു കാര്യമാണ്, ക്ലിയർ ആക്കി പഠിച്ചു വെക്കുക. രാമകൃഷ്ണപിള്ള വരുന്നത് 1906. വക്കം മൗലവി മുസ്ലിം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മുസ്ലിം ആരുടെ പ്രസിദ്ധീകരണമാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ്. വക്കം മൗലവിയുടെയാണ് മുസ്ലിം എന്ന് പറയുന്ന പ്രസിദ്ധീകരണം. അത് ആരംഭിച്ചതും ഈ വർഷം തന്നെയാണ്. പ്രശസ്ത ചിത്രകാരനായ രാജാ രവിവർമ്മ അന്തരിച്ച വർഷം. രാജാ രവിവർമ്മ അന്തരിച്ചത് 1906. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിൽ വരുത്തിയ വർഷം.
ഇപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അല്ലെ IST, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നടപ്പിൽ വരുത്തിയ വർഷം 1906 ക്രമരഹിതമായ സമരമുറ സൂചിപ്പിക്കുന്നതിന് സത്യാഗ്രഹം എന്ന വാക്ക് ഗാന്ധിജി ആവിഷ്കരിച്ച വർഷം. അപ്പൊ സത്യാഗ്രഹം ആര് കൊണ്ടുവന്ന വാക്കാണ്? ഗാന്ധിജിയാണ് അല്ലെ. അക്രമരഹിതം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അക്രമങ്ങളൊന്നും ചെയ്യാതെയുള്ള സമരമുറ അല്ലെ. ആ സമരമുറ, അഹിംസയിലൂടെയുള്ള സമരമുറ സൂചിപ്പിക്കുന്ന വേർഡാണ് സത്യാഗ്രഹം. ആ വാക്ക് ഗാന്ധിജി ആവിഷ്കരിച്ച വർഷം ഇതാണ്. ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഒരേ ഒരു ഇടക്കാല ഒളിമ്പിക്സ് ഏതൻസിൽ നടന്ന വർഷം 1906 കേട്ടോ. ഒരേ ഒരു ഇടക്കാല ഒളിമ്പിക്സ് ആണ് ഒളിമ്പിക്സ് ചരിത്രത്തിൽ നടന്നിട്ടുള്ളൂ. അത് ഏതൻസിൽ വെച്ചാണ് നടന്നത്. അത് 1906 കോൺഗ്രസ് പ്ലാറ്റ്ഫോമിൽ സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ദാദാഭായ് നവറോജിയാണ്. കോൺഗ്രസ് പ്ലാറ്റ്ഫോമിൽ സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? ദാദാഭായ് നവറോജിയാണ് അല്ലെ. അദ്ദേഹം അത് ഉപയോഗിച്ചത്, ആ പദം ആദ്യമായി ഉപയോഗിച്ചത് 1906 ഗാന്ധിജി ആദ്യമായി സത്യാഗ്രഹം പ്രായോഗികമാക്കിയ വർഷം, ആദ്യമായിട്ട് സത്യാഗ്രഹം പ്രായോഗികമാക്കിയ വർഷം എപ്പോഴാണ്? 1906 ഓസ്ട്രേലിയൻ ഓപ്പൺ ആരംഭിച്ച വർഷം. മക്കളെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഓസ്ട്രേലിയൻ ഓപ്പൺ. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെടാ, 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയ പുരുഷ താരവും വുമൺ താരവും, അതായത് വനിതാ താരവും എന്ത് ചെയ്യുക? എൻ്റെ മക്കളെ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുക കേട്ടോ. എപ്പോഴും ചോദിക്കുന്നതാണ്, സ്പോർട്സിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മളത് എടുത്തിട്ടുണ്ട് ക്ലാസ്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിഗ്രി ലെവലിൽ സ്പോർട്സിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ക്ലാസ് കാണാത്തവരെ ക്ലാസ് കാണാം. നിങ്ങൾ ഐ ബട്ടൺ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. നമ്മുടെ പ്രധാനപ്പെട്ട പ്ലേലിസ്റ്റുകളൊക്കെ ഞാൻ ഐ ബട്ടണിൽ വെക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ വിസിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനും പറ്റും. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയ പുരുഷ താരവും വനിതാ താരവും ആരാണെന്ന് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയല്ലോ. 25 മതി. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ. 1907 കുമാരനാശാന്റെ ആദ്യത്തെ പ്രശസ്ത കൃതിയായ വീണപൂവ് മിതവാദിയിൽ പ്രസിദ്ധീകരിച്ച വർഷം. എന്താ പറയുന്നത്? കുമാരനാശാന്റെ ആദ്യത്തെ പ്രശസ്തമായ കൃതിയാണ് വീണപൂവ്. ആ വീണപൂവ് മിതവാദി എന്ന് പറയുന്ന പത്രത്തിൽ പ്രസിദ്ധീകരിച്ച വർഷമാണ് 1907. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്ന വർഷം അല്ലെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായിട്ട് പിളരുവാണ്, സൂററ്റ് പിളർപ്പില്ലേ? യെസ്, അത് 1907 ബ്രഹ്മാനന്ദ ശിവയോഗി ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിച്ച വർഷം. ഇന്ത്യക്ക് വെളിയിൽ ഇന്ത്യയുടേതായ ഒരു ദേശീയ പതാക ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടിൽ മേഡം ബിക്കാജി ഗാമ ഉയർത്തിയ വർഷം. മേഡം ബിക്കാജി ഗാമ അല്ലെ, ഇന്ത്യക്ക് വെളിയിൽ ആദ്യമായിട്ട് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയത് ആരാണ്? മേഡം ബിക്കാജി ഗാമയാണ്. വർഷം 1907. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം. ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മതപ്രസ്ഥാനം ആരംഭിച്ച വർഷം. ആനന്ദ മതപ്രസ്ഥാനം ആരംഭിച്ചത് 1907. ജംഷഡ്പൂരിൽ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥാപിതമായ വർഷം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഓക്കെ, ടിസ്കോ എന്ന് പഠിക്കില്ലേ നമ്മളെ? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥാപിതമായത് 1907. മാക്സിം ഗോർഗിയുടെ മദർ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം. സ്വദേശാഭിമാനി പത്രത്തിന്റെ ഓഫീസും അച്ചുകൂടവും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് കേട്ടോ. അപ്പൊ തിരുവനന്തപുരത്തേക്ക് അത് മാറ്റിയ വർഷവും 1907. ഇത് അടുത്ത വർഷം നോക്കിക്കേ. 1908 നമ്പൂതിരി സമുദായം പരിഷ്കരണം ലക്ഷ്യം വെച്ച് യോഗക്ഷേമ സഭ രൂപീകരിച്ചു. മക്കളെ, അങ്ങനെയെങ്കിൽ ഈ ക്ലാസ്സിലെ മൂന്നാമത്തെ ചോദ്യം കേട്ടോ. യോഗക്ഷേമ സഭ സ്ഥാപിച്ച വ്യക്തി ആരാണ്, അല്ലെങ്കിൽ നവോത്ഥാന നായകൻ ആരാണ്? യോഗക്ഷേമ സഭ. ഓക്കെ, യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആരാണെന്ന് മൂന്നാമത്തെ ചോദ്യം. രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച ബാലഗംഗാധര തിലകനെ അറസ്റ്റ് ചെയ്ത വർഷം കേട്ടോ. ബാലഗംഗാധര തിലകൻ അല്ലെ, നമ്മുടെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ബാലഗംഗാധര തിലകനാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത വർഷമാണ് 1908. എന്തായിരുന്നു കുറ്റം? രാജ്യദ്രോഹ കുറ്റം ആരോപിച്ചാണ് കേട്ടോ. വിപ്ലവകാരിയായ ഖുദിറാം ബോസിനെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന വർഷം. ഓക്കെ, ഖുദിറാം ബോസ് ആണ് കേട്ടോ. ഖുദിറാം ബോസ്, വിപ്ലവകാരിയായ ഖുദിറാം ബോസിനെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന വർഷം 1908. അലിപ്പൂർ ഗൂഢാലോചന കേസിൽ വിചാരണ ആരംഭിച്ച വർഷം. 1908 ഗാന്ധിജി ആദ്യമായി തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വർഷം കേട്ടോ. ഗാന്ധിജി ആദ്യമായിട്ട് തടവിന് ശിക്ഷിക്കപ്പെട്ട വർഷമാണ് 1908. ഓക്കെ അല്ലേ? ഇത് അടുത്ത വർഷത്തിലേക്ക് പോകുന്നു. 1909 പൊയ്കയിൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന ക്രിസ്തുമത സംഘടന സ്ഥാപിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാരഗുരുദേവൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണല്ലേ. പൊയ്കയിൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS കേട്ടോ. PRDS എന്ന ക്രിസ്തുമത സംഘടന സ്ഥാപിച്ച വർഷം.
ഇന്ത്യയിൽ സാമുദായിക സംവരണം ആദ്യമായി അവതരിപ്പിച്ച മിന്റോ മോർലി ഭരണപരിഷ്കരണം നടന്ന വർഷം? വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിന്റോ മോർലി എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. 1909 1909 മിന്റോ മോർലി. ഗാന്ധിജി ലണ്ടനിൽ നിന്നുള്ള കപ്പൽ യാത്രക്കിടെ ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം രചിച്ചു. ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം ഇതിപ്പോ അടുത്തൂടെ ചോദിച്ചിട്ടേ ഉള്ളൂ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട്. അപ്പൊ ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം രചിച്ച വർഷം 1909 കേട്ടോ. കേരളത്തിൽ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി പണിമുടക്ക് സമരം വെങ്ങാനൂരിൽ അയ്യങ്കാളി സംഘടിപ്പിച്ച വർഷമാണ് കേട്ടോ. 1909 പ്രത്യേകത എന്താണ്? ആദ്യത്തെ കർഷക സംഘടിത തൊഴിലാളി പണിമുടക്ക്. കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം എന്നൊക്കെ അറിയപ്പെടുന്ന സമരം വെങ്ങാനൂരിൽ ആരാ സംഘടിപ്പിച്ചത്? അയ്യങ്കാളി കേട്ടോ. ഈ ഒരു ചോദ്യം 10th പ്രിലിംസിനും 12th പ്രിലിംസിനൊക്കെ ഒരുപാട് തവണ ഷിഫ്റ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. എവിടെയാണ് നടന്ന് ചോദിക്കും? വെങ്ങാനൂരാണ്. ആരാ സംഘടിപ്പിച്ചെന്ന് നോക്കി? അയ്യങ്കാളിയാണ്. എന്താണ് സമരം? ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരമാണ്. എന്താ വർഷം? 1909. അങ്ങനെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ചിദംബരം പിള്ള സ്വദേശി കപ്പൽ കമ്പനി സ്ഥാപിച്ച വർഷം കേട്ടോ. ചിദംബരം പിള്ള. മക്കളെ, അങ്ങനെ ഈ 4ാമത്തെ ചോദ്യം ഞാൻ ചോദിക്കട്ടെടാ. ചിദംബരം പിള്ള അദ്ദേഹം അറിയപ്പെടുന്ന വളരെ പ്രസിദ്ധമായ ഒരു പേരുണ്ടല്ലോ. ഓക്കെ, ചിദംബരം പിള്ള അറിയപ്പെടുന്ന ആ പ്രസിദ്ധമായ വിളിപ്പേര് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിശേഷണം എന്താണെന്ന് എന്റെ മക്കളെ 4ാമത്തെ ചോദ്യം കേട്ടോ. ഒരുപാട് തവണ ചോദിച്ചാണ് അത്. ചിദംബരം പിള്ള കേട്ടോ. ചിദംബരം പിള്ള സ്വദേശി കപ്പൽ കമ്പനി സ്ഥാപിച്ച വർഷം. പ്ലാസ്റ്റിക് യുഗത്തിന് തുടക്കം കുറിച്ച ബേക്കലൈറ്റ് എന്ന പദാർത്ഥം കണ്ടുപിടിച്ച വർഷം. ബേക്കലൈറ്റ് കണ്ടുപിടിച്ച വർഷം 1909 ആണ്. തൈക്കാട് അയ്യ ഗുരു അന്തരിച്ച വർഷവും 1909 ആണ് കേട്ടോ. തൈക്കാട് അയ്യ മരിച്ച വർഷവും എന്താണ്? 1909 ആണ്. ക്രിക്കറ്റ് ഗവേണിംഗ് ബോഡിയായ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ കേട്ടോ. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ICC രൂപം കൊണ്ട വർഷവും 1909 ആണ്. ICC കേട്ടോ. ICC ആണേ. ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ രൂപം കൊണ്ട വർഷം. മക്കളെ, അപ്പൊ വളരെ പ്രധാനപ്പെട്ട 10 വർഷങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കേട്ടോ. അതാ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. 10 വർഷങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ 10 വർഷങ്ങൾ മാത്രമാണ് നമ്മൾ പഠിച്ചതല്ല, ഒരുപാട് കാര്യങ്ങൾ. ഏകദേശം എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ 100ന്റെ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഫാക്ടുകൾ അതല്ല, നിങ്ങളുടെ ഞാൻ 3 ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അത് ഉത്തരം പറയുക. ലൈക്ക് അടിക്കാത്തവർ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക. ഇനി ഞാൻ നിങ്ങളുടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഇതുപോലെ ഇമ്പോർട്ടന്റ് ഇയേഴ്സ്, ഇത് നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പാർട്ട് 2 നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ആയിട്ട് അറിയിക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് പഠിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും, അത് എനേബിൾ ചെയ്യുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. ഓക്കെ അല്ലേടാ? അപ്പൊ അത്രേ പറയാനുള്ളൂ. ദിസ് ഈസ് വില്ലൻ സൈനിങ് ഓഫ്. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.